ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. റീനീറ്റ് 2026 എല്ലാ നീറ്റ് ആസ്പിറൻസും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ളത് ഒരുപാട് പേര് നിങ്ങളോടൊപ്പം ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ സൈലം നീറ്റ് ചാനലിൽ തന്നെ ടീച്ചേഴ്സ് വന്ന് നിങ്ങൾക്ക് റൈറ്റ് അഡ്വൈസ് തരുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റീനീറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കുറേ ഫേക്ക് ന്യൂസുകളും കുറേ കാര്യങ്ങളും കുറേ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസും ഒക്കെ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം അതിൻ്റെ പുറകെ പോകാണ്ടിരിക്കുക. ഇനി അങ്ങോട്ടുള്ള ദിവസം നമുക്ക് എങ്ങനെ എത്ര എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാം, നമുക്ക് എൻറ്റയർ സിലബസ് റിവൈസ് ചെയ്യാം ആൻഡ് നമുക്കൊരു ബെറ്റർ സ്കോറിലേക്ക്, സോ വെർ വി സ്റ്റാൻഡ് നൗ, ഹൗ ടു റീച്ച് ഇൻ ടു എ ബെറ്റർ സ്കോർ. അപ്പം നമുക്കിപ്പോൾ ഉള്ളതിലും നമ്മൾ എപ്പോഴും ഇങ്ങനെ കാണാം, നിങ്ങളിപ്പം 600-ലാണെങ്കിൽ ഞാൻ 700-ലേക്ക് എത്തുന്നത് കാണാം. സോ എപ്പോഴും ഒരു 100 സ്കോർ ബിയോണ്ട് നമ്മൾ എത്തുന്നത് പോലെ മക്കൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് മിസ് പറയുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സ്റ്റോപ്പ് ഫോളോവിങ് അൺനെസസറി ന്യൂസ്, അൺനെസസറി ഡിസ്ട്രാക്ഷൻസ് അബൌട്ട് റീനീറ്റ് ഓർ നീറ്റ് 2026. ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷന് NTAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോളോ ചെയ്യുക, അവിടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സൈലം നീറ്റ് ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ അത് പിന്നെ നമ്മുടെ അക്കാഡമിക് പാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നീറ്റ് 2026 ഒരു ഈസി പേപ്പർ ആയിരുന്നു. May 3 നടന്ന എക്സാം ഈസി ടു മോഡറേറ്റ്. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പോലും ഓവറോൾ ഇറ്റ് വാസ് എൻ ഈസി പേപ്പർ. അപ്പോൾ ബട്ട് സ്റ്റിൽ ആ പേപ്പറിൽ നിങ്ങൾക്ക് ഫുൾ 720 സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് 700-ൽ എത്താൻ പറ്റുമോ? ഇല്ല. സോ വാട്ട് വെൻറ്റ് റോങ്? സംതിങ് വെൻറ്റ് റോങ്, റൈറ്റ്? നിങ്ങളുടെ ആ ഒരു ഡ്രീം സ്കോറിലേക്ക് നിങ്ങളെ എത്തിക്കാത്ത എന്തോ ഒന്ന് May 3 എക്സാം ഹോളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ ആ എക്സാം ഹോളിൽ ഇരുന്നപ്പോഴായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നു, പക്ഷേ കുറച്ചും കൂടി ഇത് നോക്കായിരുന്നു, ഈ ടോപ്പിക്ക് കുറച്ചും കൂടി നോക്കിയിരുന്നെങ്കിൽ എനിക്കിതിപ്പോൾ സോൾവ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ റിവൈസ് ചെയ്യണമായിരുന്നു, അയ്യോ ഞാൻ NCERT വായിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ പോയിന്റ് കിട്ടിയേനെ. അപ്പോൾ നമുക്കറിയാം വാട്ട് വെൻറ്റ് റോങ് ഫോർ എസ്, നമ്മളെവിടെയാണ് ലാഗ് ബിഹൈൻഡ് ആയത്, നമ്മൾക്ക് എന്താണ് സംഭവിച്ചത്. ഇനി അതല്ലെങ്കിൽ ടൈം മാനേജ്മെൻ്റ് ആണോ, അയ്യോ ഞാൻ ഫിസിക്സിന് കുറേ സമയം എടുത്തു, അല്ലെങ്കിൽ കെമിസ്ട്രി ഞാൻ ശരിക്കും ക്വസ്റ്റ്യൻസ് വായിക്കാൻ പറ്റിയില്ല, ഞാൻ റഷ് ചെയ്തിട്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ബയോളജി ഒരുപാട് സമയം എടുത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് ടൈം വായിച്ച് അങ്ങനെ കുറേ സമയം പോയി. ടൈം മാനേജ്മെൻ്റ് ആയിരുന്നോ നമ്മുടെ പ്രശ്നം? അതോ OMR മാർക്കിംഗ് ഒന്നും കൂടി പ്ലാൻ ചെയ്യായിരുന്നു? ഞാൻ ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് അപ്പം തന്നെ മാർക്ക് ചെയ്ത് പോയാൽ മതിയായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് സോൾവ് ചെയ്ത് മാർക്ക് ചെയ്തപ്പോൾ ചിലത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ ലാഗ് ബിഹൈൻഡ് ആയിട്ടുള്ള. നമ്മുടെ എക്സാം ഹോളിൽ നമ്മുടെ എക്സ്പീരിയൻസ് അത്ര സുഖമല്ലാണ്ടാക്കിയ, അല്ലെങ്കിൽ നമ്മുടെ സ്കോർ കുറച്ച എന്തോ ഒരു ഫാക്ടർ ഉണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടുള്ള ഫാക്ടറാണ്. അതെന്താണെന്ന് മക്കളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ വീഡിയോ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അതൊന്ന് പറയൂ. ദാറ്റ് ഈസ് വാട്ട് വെൻറ്റ് റോങ് ഫോർ മീ ഇൻ നീറ്റ് 2026. എന്താണെങ്കിലും നിങ്ങൾ 720-ൽ എത്തിയിട്ടില്ല, റൈറ്റ്? നിങ്ങൾ ആ ഡ്രീം സ്കോറിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് സ്കോർ കുറഞ്ഞു, നമ്മുടെ ഡ്രീം സ്കോറിലേക്ക് നമുക്ക് എന്തുകൊണ്ട് എത്താൻ പറ്റിയില്ല എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതൊരു ബേസിക് കാര്യമാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇനി അങ്ങോട്ടുള്ള ദിവസം നമ്മൾ അതാണ് കറക്റ്റ് ചെയ്യേണ്ടത്. നൗ രണ്ടാമത്തെ കാര്യം മിസ് പറഞ്ഞത്, പേപ്പർ ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ടു മോഡറേറ്റ് എന്ന് എല്ലാവരും പറയും. പക്ഷേ നിങ്ങൾക്ക് പേഴ്സണലി യു മൈറ്റ് ഹാവ് ഫെൽറ്റ് ദാറ്റ് ചില ക്വസ്റ്റ്യൻസ് വെർ റിയലി ടഫ്, നിങ്ങൾക്കത് സോൾവ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഇനി കണ്ടതാണെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്കത് കൺഫ്യൂസിങ് ആയിപ്പോയി, നിങ്ങൾക്കത് എന്തുകൊണ്ടോ സോൾവ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ല. So that we are going to work on. That is, even if it was easy for everybody, there would be some questions that you found challenging. ആ questions ഐഡൻറ്റിഫൈ ചെയ്ത് ആ ടോപ്പിക്കുകൾ നമുക്കിനി റിവൈസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇനി നമ്മൾ അങ്ങോട്ടേക്കുള്ള ഈ ഒരു ടൈം, നമുക്കൊരു ജൂൺ 2 ഓർ ജൂൺ ലാസ്റ്റ് വീക്കോടെ നമുക്ക് അവർ നീറ്റിൻ്റെ ഡേറ്റ് പറയും, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? അതായത് അപ്പോഴായിരിക്കും എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ ഇനി എൻറ്റയർ സിലബസ് ഒന്നും കൂടി നോക്കണം. അപ്പോൾ എൻറ്റയർ സിലബസ് നോക്കൽ നിങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ യു വിൽ സ്റ്റാർട്ട് റീഡിങ് ഫ്രം ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് യുവർ ക്ലാസ് 11. ദാറ്റ്സ് ഗോയിങ് ടു വേസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ അത് വേണ്ട. നമുക്ക് എഫക്റ്റീവായിട്ട്, നിങ്ങൾ ഓൾറെഡി സിലബസ് പഠിച്ചവരാണ്, സൈലമിയൻസ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇന്നഫ് ഓഫ് റിവിഷൻ പ്രോഗ്രാമിലൂടെ വന്നവരാണ്, ഇന്നഫ് ഓഫ് മോക്ക് എക്സാംസ് എഴുതിയവരാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒന്ന് പ്ലാൻഡ് ആയിട്ട് എൻറ്റയർ സിലബസ് ഒന്ന് ബ്രഷ് ത്രൂ ചെയ്യണം. അതിനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് നിങ്ങൾക്ക് അക്കാഡമിക് പ്ലാനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ സൈലമിയൻസിന് ആ അക്കാഡമിക് പ്ലാൻ ഫോളോ ചെയ്യാം. 15-ാം തീയതി മുതൽ നമ്മളത് ആക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യും. യൂട്യൂബിലും ആപ്പിലും ഒക്കെ ക്ലാസ്സസ് ഉണ്ടാവും. യു ക്യാൻ ഫോളോ ദാറ്റ്. അപ്പോൾ ഒരു പ്ലാൻ ഫോളോ ചെയ്യുക. ഓൾസോ ഒരു സെൽഫ് സ്റ്റഡി പ്ലാനിങ് കൂടി നമുക്ക് ഉണ്ടാവണം.
ഡെയിലി നമ്മളുടെ ഈ യൂട്യൂബ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ചില ടോപ്പിക്സ് ഉണ്ടാവാം. ഇപ്പം ബയോടെക്നോളജിയിലെ ഒരു ടോപ്പിക്, അതായത് ആർഎൻഎ ഇന്റർഫെറൻസ്, അല്ലെങ്കിൽ ഇപ്പം സെൽ സൈക്കിളിൽ മാക്സ് ദ ഫോളോയിങ് ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പം മിയോസിസ് വണ്ണിലെ പ്രോഫേസ് വണ്ണിൻ്റെ സ്റ്റേജസ് എനിക്ക് അത്ര ക്ലിയർ അല്ല, എനിക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുക. അപ്പോൾ സുവോളജിയിലെ ചില ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിരുന്നു, വലിയ വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ല, എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് കൺഫ്യൂസിങ് ആയിപ്പോയി. സോ മേക്ക് എ ലിസ്റ്റ് ഓഫ് ദോസ് ടോപ്പിക്സ് വിച്ച് യു ഫീൽ യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇൻ. ആ ടോപ്പിക്സ് നമുക്ക് നമ്മുടെ റെക്കോർഡഡ് വീഡിയോസും ഒക്കെ കണ്ട് നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്യാം. ആൻഡ് ഡോണ്ട് സ്റ്റാർട്ട് റീഡിങ് ദി എൻറ്റയർ ചാപ്റ്റേഴ്സ് നോ. നമുക്കിതിന് അതിൻ്റെ ആവശ്യമില്ല, അതിനുള്ള ടൈമും ഇല്ല. പിന്നെ ഇനി അങ്ങോട്ട് മക്കൾ ചെയ്യേണ്ടത് മാക്സിമൈസ് മോക്ക് ടെസ്റ്റ്. നമുക്ക് എത്രയധികം മോക്ക് എക്സാമുകൾ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ എഴുതുക. ഫുൾ സിലബസ് മോക്ക് എക്സാമുകളും എഴുതുക. അതിനുള്ള ഫുൾ അക്കാഡമിക് പ്ലാൻ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് വന്നിട്ടും ഫുൾ സിലബസ് മോക്ക് എക്സാം എഴുതാനുള്ള അവസരമുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് നമ്മുടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആസ് എ പാർട്ട് ഓഫ് യുവർ സെൽഫ് സ്റ്റഡി, മിസ് നേരത്തെ പറഞ്ഞില്ലേ, മേക്ക് എ ലിസ്റ്റ് ഓഫ് ദോസ് ചലഞ്ചിങ് ടോപ്പിക്സ്. അതായത് ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല എന്നാൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇനി വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ അത് ഉണ്ടാക്കുക. ആൻഡ് ആ ടോപ്പിക്സ് മാത്രം ഫോക്കസ് ചെയ്ത് റിവൈസ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ സെൽഫ് സ്റ്റഡി ടൈമിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് സെൽഫ് സ്റ്റഡി യു വിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദോസ് ടോപ്പിക്സ്. അതിന് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ DPP ക്വസ്റ്റ്യൻസ് എടുക്കാം, എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. മേക്ക് ഷുവർ യു പ്രാക്ടീസ് ദോസ് ക്വസ്റ്റ്യൻസ് ഡെയിലി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ അൺനെസസറി ന്യൂസിൻ്റെ പുറകെയും ഡിസ്ട്രാക്ഷൻ്റെ പുറകെയും പോവാതെ ഫോക്കസ്ഡ് ആയിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസം ലെറ്റ്സ് ഫോക്കസ് ഓൺ ദിസ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു വർക്ക് ഔട്ട് മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഡോണ്ട് വറി. റീനീറ്റിനെ കുറിച്ചുള്ള ബാക്കി അപ്ഡേറ്റ്സ് എന്ത് വന്നാലും അത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. Stay tuned to Xylem NEET and start following our academic plan that is starting from 15th of May. പിന്നെ മിസ് പറഞ്ഞ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രിപ്പറേഷനിലേക്ക് കടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. സോ ഐ വിഷ് യു ദ വെരി ബെസ്റ്റ്. ഗുഡ് ലക്ക്.